ഗാസയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാനായി ഈജിപ്തിലേക്ക് പോയ 3 ഖത്തറിലെ ഉദ്യോഗസ്ഥർ മരണപ്പെട്ടിരിക്കുകയാണ്. എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ദുരൂഹതയേ ഉള്ളൂ. കാരണം ഇവിടെയൊക്കെ സംഭവിക്കുന്നതിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. ഇസ്രയേലിൻ്റെ സമീപമായതുകൊണ്ട് തന്നെ. ഇസ്രായേൽ എന്ന് പറയുന്നത്, അവരുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, മൊസാദ് എന്ന് പറയുന്ന ആ സംവിധാനം ടാർഗറ്റ് ചെയ്യേണ്ടവരെ ടാർഗറ്റ് ചെയ്യും, കൊന്നിരിക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരു തവണ ഒരു മിസൈൽ അയച്ചുകൊണ്ട് ഇസ്രായേലിലല്ല ഖത്തറിലെ ദോഹയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച, അതായത് പാലസ്തീൻ ഇസ്രായേൽ കരാർ സംബന്ധിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ മിസൈൽ വായിച്ച് അതിൽ 5 പേര് കൊന്നു. ആ 5 പേരിലാണ് നമ്മുടെ ഓൺലൈനായിട്ട് ഇവിടെ നടന്ന പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പ്രസംഗിച്ച ആളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അപായപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യം നടത്താൻ വളരെ സമർത്ഥമായിട്ടുള്ള സംവിധാനമുള്ള രാജ്യമാണ്. അല്ലെങ്കിൽ അത് നിലനിൽക്കില്ല. എന്നേ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവരുടെ ഈ തന്ത്രപരമായിട്ടുള്ള സാമർഥ്യം കൊണ്ട്, നൈപുണ്യം കൊണ്ട് മാത്രമാണ് അവർ വിരുദ്ധ ശക്തികളുടെ, വിരുദ്ധ കോടികളുടെ മധ്യത്തിൽ ശക്തമായിട്ട് തന്നെ ഇപ്പോഴും ഇപ്പോൾ യുദ്ധം ജയിച്ചിരിക്കുകയാണെന്നേ. പലസ്തീനുമായിട്ടുള്ള യുദ്ധം ജയിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മറ്റൊരു രാഷ്ട്രത്തിനും സാധിക്കില്ല. ഇതിലെന്തായാലും 3 പേർ നയതന്ത്ര ഉദ്യോഗസ്ഥർ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ പക്ഷേ അങ്ങനൊരു രീതിയിലേക്ക് പോകുമോ? ഒരു കൊലപ്പെടുത്തുന്ന രീതിയിലേക്കെല്ലാം നിലവിലെ സാഹചര്യത്തിൽ സമാധാനത്തിന് വേണ്ടി ഖത്തർ മുൻകൈ എടുത്ത് നിൽക്കുമ്പോൾ, അമേരിക്കയുടെ ചില ഉറപ്പുകൾ ഉള്ളപ്പോൾ അങ്ങനെ ഒരു വലിയ കടുങ്കയിലേക്ക് ഇസ്രയേലിന് പോകാൻ കഴിയുമോ? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ NIA പോലെ ഇവരിതെല്ലാം ഇത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കാനറിൽ വരുന്നുണ്ട്. ഇതിൽ ഓരോ നയതന്ത്രജ്ഞൻ്റെയും അവൻ്റെ ട്രജക്ടറി മുഴുവൻ, അവൻ്റെ ജാതകം മുഴുവൻ ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ നമ്മുടെ NIA പോലെ തന്നെ നോക്കൂ, അവരൊരു കേസ് അന്വേഷിക്കുമ്പോൾ അവൻ്റെ സ്കൂളിലെ പെർഫോമൻസ് വരെ നോക്കും. മുതിർന്ന ഒരു പൗരൻ്റെ കേസ് അന്വേഷണം നടത്തുമ്പോൾ അവൻ്റെ സ്കൂളിലെ പെർഫോമൻസ്, കോളേജിലെ പെർഫോമൻസ്, പൊതുപ്രവർത്തനം മുഴുവൻ, എൻ്റയർ തിങ്സ്, അവൻ്റെ ട്രജക്ടറി മുഴുവൻ ഇവരുടെ സ്കാനറിലുണ്ടാവും. അത് വെച്ചാണ് അയാളെ അനലൈസ് ചെയ്യുന്നത്. അല്ലാതെ ഈ കേസിനെ പറ്റി അല്ല അവർ അന്വേഷണം നടത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഞാൻ അറിഞ്ഞിടത്തോളം എൻ്റയർ ഹിസ്റ്ററി അവരുടെ കയ്യിലുണ്ട്. ഇസ്രായേലിനെ എത്ര എതിർത്ത് അവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് പോലും അവർ സ്കാൻ ചെയ്യും. ഈ കഴിഞ്ഞ പ്രാവശ്യം മരിച്ച ആളിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഖത്തറിൽ വെച്ച് മരിച്ച, ഓൺലൈനായിട്ട് നമ്മുടെ മലപ്പുറത്ത് നടന്ന, കോഴിക്കോട് നടന്ന ഇസ്രായേലി ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആ പാലസ്തീൻകാരൻ്റെയും ആ പ്രസംഗിച്ചു എന്നുള്ള റെക്കോർഡ് വരെ അവരുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ടായിരിക്കും അയാളെ കൊന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അപ്പോൾ പാലസ്തീൻ ഇസ്രായേലിനെതിരായിട്ടുള്ള വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിന് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയായിരിക്കും കൊടുത്തത്. അതിനുശേഷം ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങളതിന് മാപ്പപേക്ഷിക്കുന്നു, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മിസൈൽ വായിക്കില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഉണ്ടാവും. എവിടെ, ഏത് രാജ്യത്ത് ഒളിച്ച് ഇരുന്നാലും അവരെ കണ്ടുപിടിച്ച് കൊല്ലാനുള്ള സംവിധാനമാണ് ഈ മൊസാദ്. ഈ രാജ്യത്തിന് ഹാനികരമായി വരാവുന്ന ആൾക്കാരൊക്കെയും. കാരണം സാറ് പറയും പോലെ നാം കണ്ടിട്ടുണ്ട്. ഈ ഇറാനിൽ പോയി പലതവണ ഈ ഹമാസിന്റെ നേതാക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതെ. അതോടൊപ്പം തന്നെ ഇറാന്റെ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകം കഴിഞ്ഞ് ജീവൻ നഷ്ടമാകുമ്പോഴായിരിക്കും കൂടെ ആളുകൾ അറിയുക. അതല്ലല്ലോ, പേജറിൽ കൂടി ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് എന്തുമാത്രം അതിന് അതിൻ്റേതായിട്ട് ഇതിങ്ങനെ നുഴഞ്ഞു കയറാനുള്ള കഴിവ് വേണ്ടേ? സാധിക്കുന്ന കാര്യമാണോ? അവരുടെ കയ്യിലെങ്ങാനും കെട്ടിയ വെച്ചേക്കുമോ? അറവും ആടുകളെ പോലെ കൊല്ലില്ലേ? ഹമാസിൻ്റെ കയ്യിൽ വരെ പെട്ടുകഴിഞ്ഞാൽ കാണാതെ, അറിയാതെ, ഒളിച്ച് ഇങ്ങനെയൊക്കെ നടത്താനുള്ള സാമർഥ്യം എന്ന് പറയുന്ന അത് മറ്റൊരു രാജ്യത്തിന് സ്വന്തമായിട്ടില്ല തൽക്കാലം. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അങ്ങനെ അപകടം നടക്കുന്ന സ്ഥലമൊന്നുമല്ല, അത്രയധികം വാഹന ബാഹുല്യമുള്ള സ്ഥലമൊന്നുമല്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഷാം എൽ ഷെയ്ഖ് എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ഇതുപോലെയുള്ള ഉന്നതതല സമ്മേളനങ്ങൾ നടന്നിട്ടുള്ള, ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ക്യാമ്പ് ഡേവിഡ് പോലെ മനോഹരമായ സ്ഥലം, കടലിനോട് ചേർന്നാണെന്നുള്ളതാണ് എൻ്റെ അറിവ്. അതെന്തായാലും കൊള്ളാം. അങ്ങനെ സ്ഥലത്ത് ഈ അപകട സാധ്യത വളരെ കുറവാണ്. വൺ വേ ആണ്, കംപ്ലീറ്റ് വൺ വേ എന്ന് പറഞ്ഞാൽ
മറ്റൊരു പാതയിലേക്ക് കയറുകയോ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന വണ്ടിക്ക് ഒരു വണ്ടി കുറുകെ വരികയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. റൗണ്ട്സ് ആൻഡ് റൗണ്ട്സ് കറങ്ങിയാണ് ഇത് വളവുകൾ തിരിഞ്ഞു പോകുന്നത്. മനോഹരമായ പാതകൾ. അക്കാര്യത്തിൽ അവിടെ മരുഭൂമി ആയതുകൊണ്ട് ഇഷ്ടം പോലെ സ്ഥലവുമുണ്ട്. അവർക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. കടന്നു പോകാൻ എളുപ്പമുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത. അപകടം ഉണ്ടാവുകയാണെങ്കിൽ 2 വാഹനങ്ങളല്ല, ഒരു വണ്ടിയെ കാണാൻ ബ്രേക്ക് ഇട്ടാലാണ് അവർ സാധാരണ അപകടം സംഭവിക്കുന്നത്. മുഴുവൻ വണ്ടികളും കൂടെ പുറകെ വന്നിടിക്കും. ഒരു 19 വാഹനങ്ങൾ ഒരൊറ്റ യാത്രയിൽ തകർന്നു വരാറുണ്ട്. എന്നാലും ആരും മരിക്കില്ല. കാരണം അത്ര നല്ല ഉയർന്ന വിലയുള്ള കാറുകൾ, സുരക്ഷിതത്വമുള്ള കാറുകളാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ബെൻസ് വണ്ടി ഒക്കെ പോലെ, ബെൻസ് കാറുകളൊക്കെ പോലെ തന്നെ അത്ര സുരക്ഷിതത്വമുള്ള കാറുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് ഇസ്രയേൽ അവരുടെ ഒരു ദൗത്യം നിറവേറ്റിയതാണ്. നമുക്കറിയില്ല ഈ നയതന്ത്രജ്ഞരെ പറ്റി. അവർ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ കഴിഞ്ഞ കാലത്ത് ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പോയി കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ മനഃപൂർവ്വം ചെയ്തായിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിന് കഴിവുള്ള ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ഹമാസിനെ കൊണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നേരിട്ട് പടവെട്ടി കൊല്ലുകയല്ലാതെ ഇങ്ങനെയുള്ള കൊലപാതകം നടത്താൻ അവർക്ക് അധികം സാധിക്കാറില്ല. തീർച്ചയായിട്ടും ഒക്ടോബർ 7 അവർ നടത്തിയ ആക്രമണത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ അയൺ ടോമിനെ പോലും മറികടന്ന് അവർ ചെന്ന് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങനെയല്ലായിരുന്നു. അത് ഭൂമിക്കടിയിലൂടെ വളരെ വർഷങ്ങളായിട്ട് തുരങ്കം നിർമ്മിച്ചുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷനാണ്. നമ്മുടെ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടതുപോലെ ജനൽ പതുക്കെ മുറിച്ച് കരണ്ട് എലി തിന്നുന്ന പോലെ പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ടതുപോലൊരു ഓപ്പറേഷനാണ്. ഇതുപോലല്ല, ഇത് ടെക്നോളജിയാണ്. വളരെ ആസൂത്രിതമായിട്ട് അവിടെ ഈ കാറുകളെ തമ്മിൽ, കാറിനിടയ്ക്ക് അവരുടെ ഒരു കാറ് വരുത്തിയിട്ട് ഇതിനെ കയറി ഇടിച്ച് കൊല്ലാനുള്ള, മുമ്പിലും പുറകിലും ഇവരുടെ കാറായിരിക്കും നമ്മൾ സിനിമ കാണുന്ന പോലെ. അപ്പോൾ ഈ മുമ്പിലെ കാറ് നിർത്തി പുറകിലെ കാറ് ചെന്നിടിക്കുക. ആ ഒരു രീതിയിലായിരിക്കും ഇവർ ചെയ്തിരിക്കുക ആസൂത്രണത്തിൽ. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ചർച്ച നടക്കാൻ പോവാണ്. ചർച്ച നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ സംഭവങ്ങളുണ്ടാകുക. ചർച്ച എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ബന്ദികളെ വിട്ടുകെട്ടുകയും ഇസ്രായേലുകൾ പിന്മാറിക്കഴിഞ്ഞു. ഗാസയിൽ നിന്ന് അവിടെ വെടി നിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നടക്കാനുള്ളത് 48 ബന്ദികളുണ്ട്. ആ ബന്ദികളെ ഇസ്രായേലിന് വിട്ടുകൊടുക്കണം. അതിൽ നമ്മളറിയുന്നിടത്തോളം 20 പേരിപ്പോൾ ജീവനോടുണ്ട്. ഭൂരിപക്ഷം പേരും മരിച്ചു കഴിഞ്ഞു. 28 പേര് മരിച്ചു കഴിഞ്ഞു. അവരുടെ ശവങ്ങളും കൊടുക്കണം. അതിന് പകരമായിട്ട് ഇസ്രായേൽ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് 250 തടവുകാരെ വിട്ടായിരിക്കും. ആ തടവുകാരുടെ ലിസ്റ്റ് ഇസ്രായേൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് ആൾമോസ്റ്റ് ഇറ്റ് ഈസ് ഓവർ. പക്ഷേ ഇതും കൂടെ ചെയ്ത് ഇത് പൂർത്തിയാക്കണമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ ആഗ്രഹം. ഇപ്പോൾ നയതന്ത്രജ്ഞർ 2 പേര് മരിച്ചതുകൊണ്ട് ഇപ്പോൾ കരാറില്ലാതാവുകയൊന്നുമില്ല. കരാർ ഒപ്പുവയ്ക്കുക തന്നെ ചെയ്യും. പക്ഷേ ഖത്തറിനേറ്റ ഒരു ചോരയൊലിപ്പിക്കുന്ന ഒരു വ്രണമായിട്ട് അത് തുടരും. ഖത്തർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഹമാസിനെ. അവർക്ക് താവളം കൊടുത്തിട്ടുണ്ട്. അല്ല, പ്രധാനപ്പെട്ട നയതന്ത്രജ്ഞരാണ് ഈ തട്ടിപ്പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു തിരിച്ചടിയും കൂടുതൽ അന്വേഷണവും നടത്തേണ്ടി വരുമല്ലോ. അതിൽ വലിയ കാര്യമില്ല. ഇപ്പോൾ ചർച്ച എന്ന് പറഞ്ഞപ്പോൾ ട്രംപും അതുപോലെ തന്നെ ഈജിപ്തും പിന്നെ തുർക്കിയെ ഒക്കെ ഉണ്ട്. അവരൊക്കെ ചർച്ചകളുമായിട്ട് ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് നേരത്തെ തന്നെ ഋഷി തയ്യാറാക്കിയിട്ടുണ്ട്. ഋഷി സുനാക്ക്, ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലൊന്ന് ഒപ്പിട്ടാൽ മതി. എല്ലാവരും അംഗീകരിച്ചും കഴിഞ്ഞു. ഇപ്പോൾ 2 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ 3 പേര് മധ്യസ്ഥൻ്റെ റോള് മാത്രമേ. 2 പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. അവരെ കൊല്ലാൻ ആഗ്രഹിച്ചാൽ തന്നെയായിരിക്കും കൊന്നിരിക്കുന്നത്. വലിയൊരു അവസരമാണ്. ഖത്തറിലേക്ക് ഇനി നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. മിസൈൽ ഇനി ഖത്തറിലേക്ക് അയക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഖത്തറുകാരെ കൊല്ലുന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുകൊണ്ടാണ് ഞാൻ ഇസ്രായേലിനെ സംശയിക്കുന്നത്. ഖത്തറുകാരെ കൊല്ലാൻ അത് പൂർത്തിയായിട്ടില്ല അന്നത്തെ മിഷൻ. അത് പൂർത്തിയാക്കാൻ വേണ്ടി ചെയ്തു തന്നെ ആയിരിക്കണം. മിഷൻ കംപ്ലീറ്റഡ് എന്നുള്ളതാണ്. അതോടുകൂടി തീർന്നു. അവരുടെ മിഷൻ കംപ്ലീറ്റ്. ഞങ്ങൾ അങ്ങോട്ട് അയക്കുന്നില്ല. അമേരിക്ക പറഞ്ഞു അയക്കരുത്. ശരി, അയക്കുന്നില്ല, നിർത്തി. അപ്പോൾ ഖത്തർ അത് വിശ്വസിച്ച് എല്ലാവരും സേഫാണെന്ന് വിചാരിച്ചു. ചെയ്യേണ്ടത് ചെയ്തു, തീർത്തു, ഫിനിഷ്ഡ്. ഓപ്പറേഷൻ ഫിനിഷ്ഡ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കരാറിൻ്റെ ഒപ്പിട്ട് കഴിഞ്ഞു. സീസ് ഫയർ വന്നും കഴിഞ്ഞു. ഹമാസിൻ്റെ ശക്തി ഒക്കെ തകർത്തും കഴിഞ്ഞു. അടുത്ത കാലത്തങ്ങും അവർക്ക് ഉയർത്തെണീക്കാൻ പറ്റാത്ത പോലെ ആക്കിയും കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ പാകിസ്ഥാൻ പരിശീലനം കൊടുക്കുന്ന സൈന്യം വരാൻ പോവുക. എവിടെ? ഗസയിൽ. അത് വന്നു കഴിയുമ്പോൾ പിന്നെ പാകിസ്ഥാൻ ഇതിനെന്തെങ്കിലും അനാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അമേരിക്ക കയറി അവരുടെ കഴുത്തിന് പിടിച്ചു. അതൊരു നല്ലൊരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനാണെങ്കിൽ ഇപ്പോൾ അവിടെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടെ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആക്രമണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിരുകൾ ഭദ്രമല്ലാത്തൊരവസ്ഥയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആകെപ്പാടെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്.
ഇപ്പോൾ ഇസ്രായേൽ ഇത് ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ളതാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനേ പോകുന്നില്ലെന്നേ, ഇതാണ് സംഭവം. മറ്റേ മിസൈൽ അയച്ച ഇസ്രായേലാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. ഈ സംഭവം ഒരൊറ്റയാളും അറിയാൻ പോകുന്നില്ല ഇതാരാണെന്ന്. അല്ല, അപ്പോൾ ഈ സാഹചര്യത്തിൽ ഹമാസിന്റെ നേതാക്കൾക്കും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം അക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഹമാസിന്റെ നേതാക്കൾ മര്യാദയ്ക്കിരുന്ന ഒന്നും ചെയ്യില്ല. മര്യാദയ്ക്കിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ സുഖമായിട്ടിരിക്കാം. ആയുധം താഴെ വെച്ച് കഴിഞ്ഞല്ലോ. മര്യാദ ലംഘിച്ച് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ളത് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടിരി. മിസൈലൊന്നും വേണ്ട, ഒരു വാഹനാപകടം മതി, അല്ലെങ്കിൽ അജ്ഞാതൻ്റെ തോക്കിനിരയായാലും മതി, അജ്ഞാതൻ്റെ കത്തിയാവും. അപ്പം ടെററിസത്തെ ഒരുതരം ടെററിസം കൊണ്ട് തന്നെ നേരിടുകയാണ് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ ചെയ്യുന്നത്. അല്ല, പക്ഷെ കേരളത്തിൽ ഉൾപ്പെടെ പറഞ്ഞ് ഇസ്രായേൽ പരാജയപ്പെട്ടു, ഇസ്രായേൽ ഇനി കൈ ഉയർത്തില്ല. അതിപ്പം ആരാ കൈ ഉയർത്തിയിരിക്കുന്നത്, മേൽക്കൈ നേടിയിരിക്കുന്നത്? അവരുടെ മുഴുവൻ ബന്ദികളെയും വിട്ടുകിട്ടുക. കുറേ പേര് ചത്തു. അതിൽ 67,000 പേരെ കൊന്നു ആരാ? ഇസ്രായേൽ. ഇവർക്ക് നഷ്ടപ്പെട്ടതാ 2,000 പേര്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ തന്നെ ആരാ ജയിച്ചിരിക്കുന്നത്? ഇത്രയും പേര് 67,000 പേരെ കൊന്നിട്ട് സമാധാനം വാങ്ങിച്ചു ഇസ്രായേൽ. തുരത്തി ഹമാസിൻ്റെ വീര്യമൊക്കെ കെടുത്തി കളഞ്ഞ് തൽക്കാലം. ഇനി അടുത്ത തലമുറ, അടുത്ത ജനറേഷൻ നെക്സ്റ്റ് വരണം. അപ്പോൾ അറിയാം അവരുടെ. അതിനു മുമ്പ് ഇതൊരു വികസിത രാഷ്ട്രമായി കഴിഞ്ഞാൽ അവരുടെ ഈ മതത്തിൻ്റെ ോടുള്ള ആ ഒബ്സഷൻ അത് മാറിക്കഴിഞ്ഞാൽ സമാധാനം വന്നു കഴിഞ്ഞു. ഇസ്രായേലിന് അങ്ങനെ മതത്തിനോട് ഒബ്സഷനൊന്നുമില്ല, വികസനത്തോടു കൂടിയാണ് ഒബ്സഷൻ. അങ്ങനെ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാ ഒബ്സഷനും അവരുടെ താല്പര്യവും വികസന രാഷ്ട്രീയത്തോടായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. ആ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.